വൻകിട കച്ചവടക്കാരുടെ പ്രിവിലേജുകൾക്കപ്പുറം GSTയുടെ രജിസ്ട്രേഷനും അധികാര പരിധികൾക്കും പുറത്തുള്ള ഒരു വിഭാഗമുണ്ട് നമ്മുടെ നാട്ടിൽ. ചെറുകിട വഴിയോര കച്ചവടക്കാർ. തെരുവോര ചെറുകിട കച്ചവടക്കാർ നമ്മുടെ നാട്ടിലെ റോഡ് വക്കുകളിൽ ജീവിതം കരുപിടിപ്പിക്കാൻ തുടങ്ങിയിട്ട് കുറെ കാലമായി. ഇത്തരം ചെറുകിട വഴിയോര കച്ചവടക്കാർക്കായി ആരംഭിച്ച സ്വനിധി പദ്ധതിയുടെ ഭാഗമായിട്ടുള്ള കച്ചവടക്കാർക്കും ചെറുകിട സംരംഭകർക്കും ആശ്വാസമായി ഇനി ക്രെഡിറ്റ് കാർഡുകളും നൽകി തുടങ്ങുകയാണ്. ദൈനംദിന ചരക്കെടുപ്പുകൾക്കും പണമിടപാടുകൾക്കും സഹായകമാകുന്ന തരത്തിൽ 51 ദിവസം വരെ പലിശയില്ലാതെ സാമ്പത്തിക ഇടപാടുകൾ നടത്താൻ സാധിക്കുന്നതാണ് സ്വനിധി ക്രെഡിറ്റ് കാർഡ്. പ്രധാനമന്ത്രിയുടെ സ്വനിധി പദ്ധതി പ്രകാരം അംഗീകരിക്കപ്പെട്ട ഏതൊരു തെരുവ് കച്ചവടക്കാരനും ചെറുകിട സംരംഭകനും ക്രെഡിറ്റ് കാർഡ് ലഭിക്കും. സ്വന്തം തിരിച്ചറിയൽ രേഖകളും സ്വനിധി തിരിച്ചറിയൽ കാർഡുമായി അതത് തദ്ദേശ സ്ഥാപനത്തിലെത്തി അപേക്ഷിച്ചാൽ ക്രെഡിറ്റ് കാർഡ് ലഭിക്കും. സാധാരണ മറ്റ് കച്ചവടക്കാരെ പോലെ ബാങ്ക് വായ്പകളുടെയും മറ്റ് സാമ്പത്തിക പദ്ധതികളുടെയും പരിധിയിൽ നിന്ന് പുറത്തായിരുന്ന ചെറുകിട സംരംഭകരെയും തെരുവ് കച്ചവടക്കാരെയും ചേർത്തു പിടിച്ചാണ് 2020 പ്രധാനമന്ത്രി സ്വനിധി പദ്ധതി ആരംഭിച്ചത്. PM സ്ട്രീറ്റ് വെൻഡേഴ്സ് ആത്മനിർഭർ നിധിയാണ് സ്വനിധി എന്ന ചുരുക്കപ്പേരിൽ അറിയപ്പെട്ടത്. കോവിഡ് കാലത്ത് ജീവിതം വഴിമുട്ടിപ്പോയ ചെറുകിട സംരംഭകർക്ക് ജീവിതം കെട്ടിപ്പടുക്കുന്നതിന് ഈടില്ലാത്ത വായ്പ എന്ന പേരിൽ ആരംഭിച്ച പദ്ധതിയിൽ ക്രെഡിറ്റ് കാർഡ് കൂടി അനുവദിക്കുന്നത് കൂടുതൽ അനുഗ്രഹമാണ്. സാധാരണ ബാങ്കുകൾ അനുവദിക്കുന്ന മറ്റ് ക്രെഡിറ്റ് കാർഡുകൾ പോലെ തന്നെയാണ് സ്വനിധി ക്രെഡിറ്റ് കാർഡും വിഭാവനം ചെയ്തിരിക്കുന്നത്. മുൻകൂട്ടി അനുവദിച്ച തുകയ്ക്ക് തുല്യമായ പണം ഇടപാടുകൾക്ക് ഉപയോഗിക്കാനും ഓരോ മാസവും തിരിച്ചടയ്ക്കാനും ക്രെഡിറ്റ് കാർഡുകൾ വഴി സാധിക്കും. റുപേ കാർഡുകളാണ് ക്രെഡിറ്റ് കാർഡായി അനുവദിക്കപ്പെടുക എന്നതിനാൽ തന്നെ ഇടപാടുകൾ കൂടുതൽ സുഗമമാകുകയും ചെയ്യും. ഉദാഹരണത്തിന്, ഒരു ചെറുകിട കച്ചവടക്കാരന് ദൈനംദിന ചരക്കെടുപ്പിന് പണത്തിന് അത്യാവശ്യം വരികയാണ് എങ്കിൽ അതിന് ചെറു വായ്പകൾക്കായി ബാങ്കുകളെ ആശ്രയിക്കേണ്ടി വരില്ല. പദ്ധതി പ്രകാരം ലഭിക്കുന്നത് റുപേ കാർഡുകളായതിനാൽ ദൈനംദിന ചരക്കെടുപ്പിനും പണമിടപാടുകൾക്കും UPI വഴി QR കോഡ് സ്കാൻ ചെയ്ത് പണമടയ്ക്കാനും സാധിക്കും. പലിശയില്ലാതെ 51 ദിവസം വരെയാണ് പർച്ചേസ് ചെയ്യാൻ സാധിക്കുക. ഓരോ മാസവും 1-ാം തീയതിയാണ് ക്രെഡിറ്റ് കാർഡിന്റെ ബില്ല് വരുന്നത്. 21-ന് മുൻപ് പണം തിരിച്ചടയ്ക്കണം. ഇനി അതിന് സാധിച്ചില്ല എങ്കിൽ തിരിച്ചടവിനുള്ള തുക EMI തവണ വ്യവസ്ഥയിൽ അടയ്ക്കാനും സാധിക്കും. ബില്ലടയ്ക്കാൻ കാലതാമസം വരുത്തുകയാണ് എങ്കിൽ മാത്രമാണ് പലിശ ഈടാക്കുക. അതായത് 51 ദിവസം വരെ പലിശയില്ലാതെ ഇടപാടുകൾക്ക് പണം ലഭിക്കും എന്നതാണ് സ്വനിധി ക്രെഡിറ്റ് കാർഡിന്റെ പ്രത്യേകത. മാത്രമല്ല, പർച്ചേസ് ചെയ്യുമ്പോൾ ലഭിക്കുന്ന റിവാർഡ് പോയിന്റുകൾ ക്യാഷ് ബാക്കായി മാറ്റിയെടുക്കാനും സാധിക്കും. കൂടാതെ ചെറുകിട കച്ചവടക്കാർക്ക് മികച്ച ക്രെഡിറ്റ് സ്കോർ ഉണ്ടാക്കിയെടുക്കുന്നതിനും കാർഡ് സഹായകമാകും. എടുത്തു പറയാവുന്ന ആകെയുള്ള ന്യൂനത ATMകളിൽ നിന്ന് നേരിട്ട് പണം പിൻവലിക്കാൻ ഇതുവഴി സാധിക്കില്ല എന്നത് മാത്രമാണ്. പ്രധാനമന്ത്രിയുടെ സ്വനിധി പദ്ധതി പ്രകാരം അംഗീകരിക്കപ്പെട്ട ഒരു തെരുവ് കച്ചവടക്കാരൻ ആയിരിക്കണം എന്നതാണ് ക്രെഡിറ്റ് കാർഡ് ലഭിക്കാൻ വേണ്ട പ്രാഥമിക യോഗ്യത. തദ്ദേശ സ്ഥാപനങ്ങളാണ് തെരുവ് കച്ചവടക്കാർക്ക് സ്വനിധി അംഗീകാരം നൽകേണ്ടത്. ചെറുകിട കച്ചവടക്കാർക്ക് സ്വനിധി പദ്ധതി പ്രകാരം ചെറിയ വായ്പകൾ ലഭിക്കാറുണ്ട്. ഇത്തരത്തിൽ 2 തവണ സ്വനിധി വായ്പയെടുത്ത് കൃത്യമായി തിരിച്ചടച്ച കച്ചവടക്കാരായിരിക്കണം എന്ന നിബന്ധനയാണ് ക്രെഡിറ്റ് കാർഡിന് അപേക്ഷിക്കാനുള്ള വ്യവസ്ഥ. 21 വയസ്സിന് മുകളിലുള്ളവർക്കും 65 വയസ്സിൽ താഴെയുള്ളവർക്കും ക്രെഡിറ്റ് സ്കോർ പരിഗണിക്കാതെ തന്നെ കാർഡ് ലഭിക്കാൻ യോഗ്യതയുണ്ട്. ഇവർക്ക് ബാങ്ക് വഴിയോ ഓൺലൈനായോ ക്രെഡിറ്റ് കാർഡിന് അപേക്ഷിക്കാം. കച്ചവടക്കാരന്റെ തിരിച്ചടവ് ശേഷി പരിശോധിച്ച ശേഷം 10,000 രൂപ മുതൽ 30,000 രൂപ വരെയാകും കാർഡിന്റെ ലിമിറ്റ്. കൃത്യസമയത്ത് തിരിച്ചടയ്ക്കുന്നവർക്ക് പലിശ ഇളവും സർക്കാർ വാഗ്ദാനം ചെയ്യുന്നുണ്ട്. സ്വനിധി ക്രെഡിറ്റ് കാർഡിനായി അപേക്ഷിക്കുന്നതിനും നിയതമായ രൂപവും രീതിയുമുണ്ട്. സ്വന്തം തിരിച്ചറിയൽ കാർഡുകളും തദ്ദേശ സ്ഥാപനം നൽകുന്ന വഴിയോര കച്ചവടക്കാർക്കുള്ള തിരിച്ചറിയൽ കാർഡും ഉപയോഗിച്ചാണ് അപേക്ഷിക്കേണ്ടത്. വഴിയോര കച്ചവടക്കാരെന്ന് തെളിയിക്കാൻ തദ്ദേശ സ്ഥാപനം നൽകുന്ന തിരിച്ചറിയൽ കാർഡ്, തെരഞ്ഞെടുപ്പ് തിരിച്ചറിയൽ കാർഡ്, ആധാർ കാർഡ് എന്നിവയാണ് അപേക്ഷിക്കാൻ വേണ്ട അടിസ്ഥാന രേഖകൾ. അതത് തദ്ദേശ സ്ഥാപനം മുഖേനയാണ് അപേക്ഷിക്കേണ്ടത്. യോഗ്യരായവർക്ക് അപേക്ഷിച്ച് 60 ദിവസത്തിനകം ബാങ്കുകൾ മുഖേന കാർഡ് ലഭിക്കും. 5 വർഷമായിരിക്കും കാർഡിന്റെ കാലാവധി. സ്വനിധി പദ്ധതിയിൽ ഉൾപ്പെട്ട തെരുവ് കച്ചവടക്കാർക്ക് നൽകിയിരുന്ന ഈടില്ലാത്ത വായ്പാ തുകയും വർദ്ധിപ്പിച്ചിട്ടുണ്ട്. 2016 വഴിയോര കച്ചവട സാമൂഹ്യ സുരക്ഷാ നിയമമനുസരിച്ചുള്ള ഏത് കച്ചവടത്തിനും പൊതുമേഖലാ ബാങ്കുകൾ മുഖേനയാണ് വായ്പ നൽകുന്നത്. നിലവിലുള്ള 10,000 രൂപയുടെ ആദ്യഘട്ട വായ്പ 15,000 രൂപയായും
20,000 രൂപയുടെ രണ്ടാം ഘട്ട വായ്പ 25,000 രൂപയുമാക്കിയാണ് വർദ്ധിപ്പിച്ചിട്ടുള്ളത്. മൂന്നാം ഘട്ടത്തിൽ 500,000 നിലവിൽ വായ്പ നൽകുന്നത്. ഈ തുക വർദ്ധിപ്പിക്കുന്നതും പരിഗണനയിലാണ്. ഓരോ ഘട്ടത്തിലും തുക കൃത്യമായി തിരിച്ചടയ്ക്കുന്നവർക്ക് മാത്രമേ അടുത്ത ഘട്ടത്തിൽ വായ്പ ലഭിക്കുകയുള്ളൂ. തിരിച്ചടവ് മുടങ്ങിയാൽ പദ്ധതിയിൽ നിന്ന് പുറത്താകും. ആദ്യ വായ്പയ്ക്ക് 12 മാസവും രണ്ടാമത്തേതിന് 18 മാസവും മൂന്നാമത്തേതിന് 36 മാസവുമാണ് തിരിച്ചടവ് കാലാവധി. 7% ഇവിടെ പലിശ നിരക്ക്.